ഹലോ ട്രേഡേഴ്സ്, ട്രേഡിംഗ് ടാറ്റിക്സിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന IC മാർക്കറ്റാണ്. നിങ്ങൾ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കാം IC മാർക്കറ്റ്. ടൈറ്റ് സ്പ്രെഡ്, ഫാസ്റ്റ് എക്സിക്യൂഷൻ, ബാക്കി ഒത്തിരി കാര്യങ്ങൾ IC മാർക്കറ്റ് ബാക്കി ട്രേഡിംഗ് മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇപ്പോൾ IC മാർക്കറ്റ് ഒരു പോപ്പുലർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ബ്രോക്കറാണ്. അതുകൂടാതെ IC മാർക്കറ്റിൽ 1700 ട്രേഡബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഇതിലുണ്ട്. അതേപോലെ 3 ഡിഫറെൻറ്റ് ഫ്ലെക്സിബിൾ അക്കൗണ്ട് IC മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം 10 സെക്യൂർ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. സ്ക്രില്ല്, നെറ്റ്ലർ. ഞാനും ആ സ്ക്രില്ല്, നെറ്റ്ലർ വഴിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഒന്നുകൂടി ഈസി ആയിരിക്കും. അതും നമുക്ക് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാം. അതോടൊപ്പം 9 ബേസ് കറൻസീസ് വെച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് വളരെ ഈസി ആയിരിക്കും. ലൈവ് ന്യൂസ് ഫീഡ്സുകൾ, ന്യൂസ് പോഡ്കാസ്റ്റുകൾ, വെബിനാറുകൾ, അത് എല്ലാ ക്ലയൻസിനും ഫ്രീ ആയിട്ട് IC മാർക്കറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. IC മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് FSA, CYSE, ASIC അങ്ങനത്തെ റെഗുലേറ്ററി ബോർഡുകളാണ് കൺട്രോളിന്. അതേപോലെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഓസ്ട്രേലിയയാണ്. അതോടൊപ്പം IC മാർക്കറ്റ് നമുക്ക് ഒരുപാട് മേഖലയിൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ഫോറക്സ്, കമ്മോഡിറ്റി, ഇൻഡിസീസ്, ബോൺസ്, ഡിജിറ്റൽ ക്രിപ്റ്റോ കറൻസി, സ്റ്റോക്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ്, ഇതിലൊക്കെ നമുക്ക് ഈ ഇൻസ്ട്രുമെൻ്റ് അതോടൊപ്പം MT4, MT5, C-Trader 3 പ്ലാറ്റ്ഫോമുകൾ IC മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ ഫ്രീ വെബിനാർ, ന്യൂസ് പോഡ്കാസ്റ്റുകൾ, അതൊക്കെ നമുക്ക് ട്രേഡിങ്ങിൻ്റെ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ IC മാർക്കറ്റിൻ്റെ ന്യൂസിനെ കുറിച്ച് ബ്ലോഗുകൾ, എക്കണോമിക് കലണ്ടർ, അങ്ങനെ ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാതും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലാണ് IC മാർക്കറ്റ് ഒരുക്കുന്നത്. IC മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ട്രേഡിംഗ് അക്കൗണ്ട്സ് ഉണ്ട്. റോ സ്പ്രെഡ് ഉപയോഗിക്കാം, C-Trader റോ സ്പ്രെഡ്, അതേപോലെ സ്റ്റാൻഡേർഡ്. നമ്മൾ ഉപയോഗിക്കുന്നത് റോ സ്പ്രെഡ് അക്കൗണ്ടാണ്. റോ സ്പ്രെഡ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന വഴി നമുക്ക് ടൈറ്റ് സ്റ്റോപ്പ് ലോസും ഒരു ചെറിയൊരു കമ്മീഷനായിരിക്കും. അത് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 0 സ്പ്രെഡ് ആയിരിക്കും, പക്ഷേ കമ്മീഷൻ കുറച്ചധികമായിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ റോ സ്പ്രെഡ് അക്കൗണ്ട് മതി. നമുക്ക് ഡേ ട്രേഡർക്കും ഒരു സ്കാൽപ്പർക്കും ടൈറ്റ് സ്പ്രെഡും അതേപോലെ ചെറിയൊരു കമ്മീഷൻ ഫീയും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട അക്കൗണ്ട് റോ സ്പ്രെഡ് അക്കൗണ്ടാണ്. അതാണ് ഒന്നുകൂടിയും കംഫർട്ട്. സ്റ്റാൻഡേർഡൊക്കെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്, മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നമുക്ക് പല അക്കൗണ്ടിലേക്കും ഈസി ആയിട്ട് ആ മണി സ്വാപ്പ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് മണി അങ്ങോട്ടും ഇങ്ങോട്ടും പല അക്കൗണ്ടിലേക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് റോ സ്പ്രെഡ് അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാം? ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന ഓപ്പണിങ്ങിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി കയറി നിങ്ങൾ അക്കൗണ്ട് എടുക്കുക. അപ്പോൾ എനിക്കതൊരു ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് പേജിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊരു ഡെമോ അക്കൗണ്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ട്രൈ ഫ്രീ ഡെമോ എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൺട്രി, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മെയിൽ ID, മൊബൈൽ നമ്പർ, അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഏതാണ് ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അതേപോലെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് പേജിലേക്ക് അടിക്കുക. അതേപോലെ MT4 ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, റോ സ്പ്രെഡ് ഇട്ട് കൊടുക്കുക. പിന്നെ വരുന്നത് നമ്മുടെ കറൻസി. നമ്മൾ USDയിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കറൻസി നമുക്ക് ബേസ് കറൻസി ആയിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലേക്കാണ് വരുന്നത്. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഡിക്ലറേഷൻ അത് വായിച്ച ശേഷം ടിക്ക് ചെയ്ത് കൊടുക്കുക, എഗ്രി ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സബ്മിറ്റ് അടിക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ റീഡയറക്റ്റ് ചെയ്യുന്നത് IC മാർക്കറ്റിൻ്റെ ക്ലയൻറ്റ് ഏരിയയാണ്. ഈ ഒരു ക്ലയൻറ്റ് ഏരിയയിലാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ട്രേഡിംഗ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ MT4, MT5, C-Trader എന്ന പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നത്. ബാക്കി അക്കൗണ്ട് റീഫിൽ ചെയ്യുക, അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുക, വിഡ്രോ ചെയ്യുക, ബാക്കി അക്കൗണ്ടുകൾ സ്വാപ്പ് ചെയ്യുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ IC മാർക്കറ്റിൻ്റെ ഈ ക്ലയൻറ്റ് ഏരിയയിലായിരിക്കും. ലൈവ് അക്കൗണ്ടിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഡിപ്പോസിറ്റ്, വിഡ്രോവൽ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്ലയൻറ്റ് ഏരിയയിൽ നിന്ന് വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിപ്പോസിറ്റ്, വിഡ്രോവൽ, അപ്പോൾ നമുക്ക് ഡിപ്പോസിറ്റ് നോക്കാം. ഡിപ്പോസിറ്റ്, നെറ്റ്ലർ, ആസ്ട്രോപേ, സ്ക്രില്ല്, അങ്ങനത്തെ ഒരു 10ഓളം
കാര്യങ്ങളുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് സ്ക്രില്ലാണ്. നിങ്ങൾക്ക് സ്ക്രില്ലിൽ അക്കൗണ്ട് എടുക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ബാക്കിയുള്ളവരുടെ കുറേ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു സ്ക്രിൽ അക്കൗണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഒരു നിസ്സാര സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ട്രാൻസാക്ഷൻസ് ഞാൻ ചെയ്യുന്നത് സ്ക്രില്ല് വഴിയാണ്. വിഡ്രോവലും സ്ക്രില്ല് വഴിയായി ചെയ്യുന്നത്. IC മാർക്കറ്റ് നമ്മൾ പ്രത്യേകിച്ച് ചാർജ് ഒന്നും നമ്മൾ വിഡ്രോയിലും ഇതിനൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഈ തേർഡ് പാർട്ടി വഴി സ്ക്രില്ല് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു കമ്മീഷൻ അവർ പിടിക്കും. IC മാർക്കറ്റിൻ്റെ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് എല്ലാ സർവീസും. ഒരു ഡെമോ അക്കൗണ്ട് ഈ അക്കൗണ്ട്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ ടെമ്പററി അക്കൗണ്ടാണ്. നമ്മൾ ഈ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റി ബിൽസോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ബാക്കി എന്ത് ലൈസൻസോ പാസ്പോർട്ടോ എന്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രൂഫ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്കിത് ലൈവ് അക്കൗണ്ട് ആയിരിക്കും. അതിന് ശേഷം നമുക്കിപ്പോൾ ഒരു ഡെമോ അക്കൗണ്ട്, അപ്പോൾ ഇത് ഈ താഴോട്ട് വന്നാൽ നമുക്കിവിടെ കാണാം ഓപ്പൺ ന്യൂ ഡെമോ അക്കൗണ്ട്. അപ്പോൾ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കും ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, നമ്മൾ MT4 ആണ് ഉപയോഗിക്കുന്നത്. അക്കൗണ്ട് ടൈപ്പ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ റോസ് സ്പ്രെഡ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്. കറൻസി US ഡോളറാണ് കൊടുത്തേക്കുന്നത്. ലിവറേജ് 1:1000 അല്ലെങ്കിൽ 1:500 നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനീഷ്യൽ ഡിപ്പോസിറ്റ് IC മാർക്കറ്റിൽ $200 അതാണ് ഇതിലൊരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. പക്ഷേ നമ്മളൊരു ചെറിയ $10, $20, $30 ഇട്ടിട്ട് ക്യാപിറ്റൽ ചെയ്യാനായിട്ട് പിന്നെ ട്രേഡിങ്ങിനെ കുറിച്ച് നന്നായി പഠിച്ച് ഒരു $200, $500 ക്യാപിറ്റൽ വെച്ചിട്ട് അതിന് കൃത്യമായ കാൽക്കുലേഷൻ വഴി നമ്മുടെ ലോട്ട് സൈസും അതേപോലെ നമ്മുടെ ഒരു ഡെയിലി ഒരു പ്രോഫിറ്റ് റേഞ്ച് അതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. $20 ഇട്ട് $30 ഇട്ട് അതിന് നമുക്കൊരു പ്രത്യേകിച്ചൊരു കണക്കുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു അക്കൗണ്ട് കൊണ്ട് വലിയൊരു എമൗണ്ട് ആവും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അത് വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു ട്രേഡിങ് സ്റ്റൈല് ബിൽഡ് ചെയ്ത് ഒരു എഡ്ജിൽ ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും IC മാർക്കറ്റ് ഉപയോഗിക്കുക. IC മാർക്കറ്റിൽ ഈ ഒരു ചെറിയൊരു ഇനീഷ്യൽ ക്യാപിറ്റൽ 200 അത് മാത്രമാണ് എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും IC മാർക്കറ്റ് പെർഫെക്റ്റ് ആണ്, അതിലൊരു സംശയവും വേണ്ട. സ്പ്രെഡ് ആയാലും ശരി, അതേപോലെ അവർ ട്രസ്റ്റ് ആയാലും ശരി, ചാറ്റ് ആയാലും ശരി, ലൈവ് സപ്പോർട്ട്, ബാക്കി ന്യൂസ് പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് IC മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയാലും സ്പ്രെഡ് ടൈറ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുക IC മാർക്കറ്റ് ആയിരിക്കും. അതേപോലെ ട്രസ്റ്റ് പൈലറ്റിൻ്റെ ഒരു സർവേയിൽ 4.8 ആണ് റേറ്റിംഗ് IC മാർക്കറ്റിനുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഡെമോ അക്കൗണ്ടിൻ്റെ പാസ്വേഡും കാര്യങ്ങളാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് നമുക്കൊന്ന് ഫണ്ട് ചെയ്യാം. ഏകദേശം ഒരു $200 ഫണ്ട് ഇട്ടിട്ട് ബാലൻസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡെമോ അക്കൗണ്ടാണ് ഈ ഒരു. അപ്പോൾ പിന്നെ ഈ ഒരു പാസ്വേഡും അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് IC മാർക്കറ്റിൻ്റെ ഒരു ടെർമിനൽ ഡൗൺലോഡ് ചെയ്യുക. MT4 MT5 C-Trader അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ ഉപയോഗിക്കുന്നത് MT4 ആണ്. എനിക്കൊന്നുകൂടി കംഫർട്ട് അതാണ്. MT5ക്ക് ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ, ടെർമിനൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഈ ഒരു സൈഡിൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അതേപോലെ ഈ ഒരു സൈഡിലും ടെർമിനൽ ഉണ്ട്. നമുക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ IC മാർക്കറ്റിൻ്റെ ഈ MT4 ടെർമിനലിനെ പരിചയപ്പെടുന്ന വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഇപ്പോൾ അക്കൗണ്ടിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ID 216337 ഈ ID കൊടുക്കുക. അതേപോലെ പാസ്വേഡ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. അതിൻ്റെ അടിയിൽ സർവർ ചോദിക്കുക. അപ്പോൾ IC മാർക്കറ്റ് SC ഡെമോ 02 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ IC മാർക്കറ്റിൻ്റെ ടെർമിനലിൽ നമുക്ക് ട്രേഡ് ചെയ്യാവുന്ന പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലൈവ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമുക്കിവിടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് IC മാർക്കറ്റിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഇത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളോട് ഞാൻ IC മാർക്കറ്റ് എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വീഡിയോസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈവ് സിഗ്നൽസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പോ അതോ ബാക്കി ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പല ടെർമിനലും പല പ്രൈസ് റേഞ്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള സർവീസ് ഉപയോഗിക്കണമെങ്കിൽ, ബെറ്ററായിട്ട് ഉപയോഗിക്കണമെങ്കിൽ IC മാർക്കറ്റ് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളിതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾ കയറുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഡെമോ അക്കൗണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്യുക. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന് ശേഷം നമുക്ക് മെല്ലെ ലൈവ് ട്രേഡിലേക്കും ലൈവ് അക്കൗണ്ടിലേക്കും മെല്ലെ നീങ്ങാം. ഓക്കെ, അപ്പോൾ വീണ്ടും പറയുന്നത് IC മാർക്കറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫ്രീ സർവീസുകൾ, ഫ്രീ ഗ്രൂപ്പുകൾ, ഫ്രീ സിഗ്നൽസ്, അതേപോലെ ലൈവ് സ്ട്രീം, അങ്ങനെ ഒട്ടനവധി പരിപാടികൾ ഈ IC മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും IC മാർക്കറ്റിൽ അക്കൗണ്ട് എടുക്കുക. വേറൊരു അടിപൊളി ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനില്ല. എൻ്റെ കയ്യിൽ ഒറ്റ ഓപ്ഷനുള്ളൂ, അതാണ് ഈ IC മാർക്കറ്റ്. ഓക്കെ, നമ്മളൊരു കോർ ബേസിക് എന്ന് പറഞ്ഞൊരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മിസ്സാവാതിരിക്കാനും പുതിയ അപ്ഡേഷൻസും നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അയക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ.